സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ആദ്യം കുറേ വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ CPM-ൻ്റെത് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ നടക്കുകയാണ്. തിരുവനന്തപുരം കഴിഞ്ഞു, കൊല്ലം കഴിഞ്ഞു, എറണാകുളം കഴിഞ്ഞു, ആലപ്പുഴ, കണ്ണൂരിൽ നിന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നു. KK ശൈലജ മത്സരിക്കാനില്ല, അവർക്ക് അവരെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചില്ല തുടങ്ങിയ വാർത്തകൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും KK ശൈലജ മത്സരിക്കാനില്ല എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഇത് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പട്ടികയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അത് മുൻ തെരഞ്ഞെടുപ്പുകളും എടുത്ത് നോക്കിയാൽ അറിയാം, വളരെ കൃത്യമായി 2 ടേം നിബന്ധന പാലിച്ചാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള പട്ടിക കൊടുക്കുക. ഇപ്പോൾ KK ശൈലജ 2 തവണ MLA ആയി, കൂത്തുപറമ്പിൽ നിന്ന് 1 തവണ, മട്ടന്നൂരിൽ നിന്ന് 1 തവണ. അതുകൊണ്ട് മൂന്നാം തവണ അവരുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടില്ല. അതെ, AN ഷംസീർ 2 തവണ തലശ്ശേരിയിൽ നിന്ന് MLA ആയി, അതുകൊണ്ട് പരിഗണിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിൽ PB ആണ് ഇക്കാര്യത്തിൽ ഇളവ് വേണോ എന്ന് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മട്ടന്നൂരിലേക്ക് സനോജിനെയും അതുപോലെ തന്നെ മറ്റ് ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. തലശ്ശേരിയിൽ കാരായി രാജനെ നിർദ്ദേശിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിലെ N സുകന്യയുടെയും ശ്യാമൾ ടീച്ചറുടെയും പേരുണ്ട്. ഇത് ജില്ലാ സെക്രട്ടേറിയറ്റ് കൊടുത്തിട്ടുള്ള പട്ടിക അങ്ങനെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച് വരാൻ സാധ്യതയില്ല. ഞാൻ ശൈല ടീച്ചറുടെ കാര്യത്തിൽ മാത്രമല്ല, ഷംസീറിന്റെ കാര്യത്തിലും. കാരണം ഇത് ഒരു പാൻ കേരള തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശൈല ടീച്ചറെ പോലെയുള്ള ഒരു ഫിഗർ മത്സരിക്കുക എന്നുള്ളത്, അതിപ്പോൾ ആ മട്ടന്നൂർ മണ്ഡലം ജയിക്കാൻ വേണ്ടിയിട്ടില്ല. മട്ടന്നൂർ മണ്ഡലം ജയിക്കാൻ ശൈല ടീച്ചർ മത്സരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു പാൻ കേരള അപ്പീലുള്ള നേതാവ് എന്നുള്ള നിലയിൽ ശൈല ടീച്ചർ മത്സരിക്കാനുള്ള പേരാവൂരിൽ സക്കീർ ഹുസൈൻ തന്നെ മത്സരിക്കാനാണ് സാധ്യത. അതിന് മറ്റ് പല ഘടകങ്ങളും. മാത്രമല്ല കഴിഞ്ഞ തവണ നല്ലൊരു മത്സരം അവിടെ നടത്തുകയും ചെയ്തിരുന്നു. ശൈലജ ടീച്ചറും അതുപോലെ തന്നെ AN ഷംസീർ 2 ടേം ആയെങ്കിൽ പോലും ഒരു പാൻ കേരള അപ്പിൽ പലതരത്തിലുള്ള ഘടകങ്ങൾ അതിൽ പ്രവർത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് എല്ലാ തവണയും കൊടുക്കുന്നത് പോലുള്ള പട്ടികയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ആയതുകൊണ്ട് തന്നെ കൃത്യമായി ഇങ്ങനെ വര പിടിച്ച് പാർട്ടി ലൈൻ ഫോളോ ചെയ്യുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ്. അത് അങ്ങനെ ഒരു പട്ടിക കൊടുത്തു. പക്ഷേ സംസ്ഥാന കമ്മിറ്റി, അതായത് അന്തിമമായി ഇക്കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഈ പേരുകളിൽ മാറ്റം വന്നേക്കാം. അല്ല, ഇതിനു മുൻപ് മത്സരിക്കാൻ അവസരം, അതായത് അന്തിമമായിട്ട് അംഗീകരിച്ച് മത്സരിക്കാൻ അവസരം കൊടുക്കുമ്പോഴും 2 ടേം തുടർച്ചയായി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് അത് കൃത്യമായി പാലിച്ചു വരുന്നുണ്ട്. അത് പക്ഷേ ഇപ്രാവശ്യം മൊത്തത്തിൽ മാനദണ്ഡങ്ങളൊക്കെ മാറുമ്പോൾ കണ്ണൂർ ജില്ലയിൽ മാറാനാണ് സാധ്യത. അത് ചില മാറ്റം വരുമെന്നും അങ്ങനെ സിറ്റിംഗ് MLA മാരെ മാറ്റേണ്ടതില്ല, ടേം വേണ്ട എന്നുള്ളൊരു തീരുമാനമായിട്ടുണ്ട്, തത്വത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കണ്ണൂർ കിടക്കുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ടത് തിരുവനന്തപുരത്ത് എല്ലാവരും മത്സരിക്കട്ടെ എന്നാണ് തീരുമാനം വന്നേക്കുന്നത്. തിരുവനന്തപുരം തമ്മിൽ വ്യത്യാസം, കണ്ണൂരിൽ ജയിക്കാൻ ഇപ്പോൾ മട്ടന്നൂരോ തളിപ്പറമ്പോ അതല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ തിരുവനന്തപുരത്ത് പക്ഷേ ഈ ആളുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടവരാണ്. അത് പക്ഷേ കണ്ണൂര് തീരുമാനമനുസരിച്ച് KK ശൈലജയെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല. KK ശൈലജ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അല്ല, ഇതിൻ്റെ ഒരു പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ നിർദ്ദേശങ്ങൾ വരുന്നു. അത് ജില്ലാ ഘടകത്തിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിന് പോകുന്നു. ഇനി അതായത് അതിൻ്റെ ഉപരിഘടകത്തിൽ കൺസൾട്ടേഷൻ ആവശ്യമുള്ളതാണെങ്കിൽ അവിടെ പോയി തിരിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ വന്ന് സംസ്ഥാന ഘടകം തീരുമാനിച്ച് താഴെ ജില്ലാ കമ്മിറ്റിയിൽ കൊണ്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ രീതി. ചിലപ്പോൾ അവിടെ ചില എതിർപ്പൊക്കെ ഉണ്ടാകും. പക്ഷേ സംസ്ഥാന ഘടകം കൊണ്ടുവന്ന് കൊടുക്കുന്ന പേര് അംഗീകരിക്കുക. ജില്ലാ കമ്മിറ്റി 2 തവണ ശുപാർശ ചെയ്തിട്ടും സംസ്ഥാന സമിതി തള്ളിയിട്ടുള്ള പ്രമുഖരായ നേതാക്കൾ കൊല്ലം മണ്ഡലത്തിൽ മുകേഷ് മത്സരിക്കുന്നുണ്ടോ? എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയല്ലേ. മുകേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, പ്രദേശം കഴിയുമ്പോൾ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം കൊല്ലത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയാലും പാർട്ടി പറഞ്ഞാൽ അതേപടി അനുസരിക്കും. ആരെ സ്ഥാനാർത്ഥിയാക്കുന്നു അദ്ദേഹത്തിനൊപ്പം കൂടെ നിൽക്കുകയും ചെയ്യും. ഏറെക്കുറെ മുകേഷിനും അറിയാം അദ്ദേഹത്തിന് സീറ്റുകൾ. മറ്റൊന്ന് കുണ്ട്രയിൽ പരാജയപ്പെട്ടു പോയി മേഴ്സിക്കുട്ടിയമ്മയ്ക്കും ഇത്തവണ സീറ്റ് ഉണ്ടാവില്ല. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ മീറ്റിംഗ് കഴിയുമ്പോൾ മേഴ്സിക്കുട്ടിയമ്മയും ഇല്ല എന്നുള്ളതാണ് അറിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞപ്പോൾ G സുധാകരന്റെ പേര് അവിടെ ആരും നിർദ്ദേശിച്ചിട്ടില്ല. G സുധാകരൻ പറഞ്ഞത്, ബിജു പങ്കജിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത്, പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. പാർട്ടി പറയുന്നില്ല. ഇപ്പോൾ ഈ ആദ്യഘട്ടമായ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിയുമ്പോൾ പാർട്ടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തോമസ് ഐസക്കിന്റെ പേരുമില്ല. ഇത്തരം പേരുകളൊക്കെ ഇനി സംസ്ഥാന ഘടകം തീരുമാനിച്ചോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നോ അവർ നടത്തുന്ന കൂടിയാലോചനയിൽ നിന്നായിരിക്കും ഇത്തരം പേരുകൾ വരുന്നതും. ഇതിനു മുമ്പ് ഈ M മുകേഷിന്റെ പേര് തന്നെ ആദ്യം വന്നപ്പോൾ കഴിഞ്ഞ മുന്നേറ്റ തെരഞ്ഞെടുപ്പിൽ അത് സംസ്ഥാന ഘടകത്തിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശമായിരുന്നില്ല, സംസ്ഥാന ഘടകമാണ് M മുകേഷിനെ നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഘടകം ഇത്തവണ അദ്ദേഹം വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, അവരിൽ ഭൂരിഭാഗവും ഇത്തവണ മത്സരിക്കും. PK ബിജു നിയമസഭ, നമ്മൾ ഈ ചർച്ചയിൽ തന്നെ നേരത്തെ പറഞ്ഞതാണ്, നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് M സ്വരാജ് ഉണ്ട്. വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ മത്സരിക്കാതിരിക്കുന്നത്. അപ്പം ഈ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം, കണ്ണൂർ
ഇവിടങ്ങളിലെല്ലാം നമ്മൾ കാണുമ്പോൾ കോമണായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം സിറ്റിംഗ് MLA-മാരെല്ലാം മത്സരിക്കും എന്ന് തന്നെയാണ്. ഇനി അതല്ല, അവരില്ലെങ്കിലും ജയിക്കാമെന്ന് ഉറപ്പുള്ള സീറ്റിൽ മാത്രമേ മാറ്റം വരുത്തുന്നുള്ളൂ. ഏതായാലും CPM-ന്റെയും മറ്റ് പാർട്ടികളുടെയും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച വാർത്തകൾ അടുത്ത ദിവസങ്ങളിൽ കൂടുതലായി വരും. രാഷ്ട്രീയ വൃത്തത്തിൽ കാണാം. വീണ്ടും നാളെ.